ഇത് ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അകത്തളങ്ങളാണ്. ഗാർഡൻ സിറ്റിയെ അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ചെയ്തിട്ടിരിക്കുന്നത്. ഇത് ടെർമിനൽ 2 ആണ്. ടെർമിനൽ 2വിൻ്റെ പ്രധാനമായിട്ടും 4 തീം അനുസരിച്ചാണ് ഇവർ നിർമ്മിച്ചിട്ടുള്ളത്. അത് ടെർമിനൽ ഗാർഡൻ ഒരു തീം, സസ്റ്റൈനബിലിറ്റി രണ്ടാമത്തെ തീം, 3 ടെക്നോളജി, 4 ആർട്ട് ആൻഡ് കൾച്ചർ. ഇതെല്ലാം ഒത്തിണങ്ങുന്ന രീതിയിൽ തന്നെയാണ് ഈ BLR ഇൻ്റർനാഷണൽ എയർപോർട്ട് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിന് കമ്പഗൗഡ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നാണ് അറിയപ്പെടുന്നത്. കമ്പഗൗഡ എന്ന് പറയുന്നത് ബാംഗ്ലൂർ സിറ്റി നിർമ്മിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ അനുസ്മരണാർത്ഥമാണ് കമ്പഗൗഡ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നതിനെ അറിയപ്പെടുന്നത്. ഇതിനകത്ത് ബാമ്പു ആണ് ഇതിൻ്റെ തീം. നോക്കൂ, ആ മുകളിലേക്ക് നോക്കൂ. ഇതിനകത്ത് സസ്റ്റൈനബിലിറ്റി, അതായത് നോക്കൂ, അതായത് നാച്ചുറൽ ലൈറ്റാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. 100% റിന്യൂവബിൾ എനർജിയാണ്. നാച്ചുറൽ ബിൽഡിംഗ് മെറ്റീരിയലാണ് കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഇതിനകത്തുണ്ട്. വേസ്റ്റ് വാട്ടർ റീസൈക്കിൾ ചെയ്ത വേസ്റ്റ് വാട്ടറാണ് ഇതിൻ്റെ പ്ലാന്റിനെ ഓട്ടോമേറ്റഡ് സിസ്റ്റത്തിലൂടെ 6 ലക്ഷത്തോളം പ്ലാന്റുകളെ ഇതിനകത്ത് ഇറിഗേറ്റ് ചെയ്യുന്നുണ്ട്. നോക്കൂ, നല്ല എക്സോട്ടിക് ആയിട്ടുള്ള അടിപൊളി പ്ലാന്റുകളാണ്. പല വെറൈറ്റി പ്ലാന്റുകളാണ്. ബാംഗ്ലൂർ ഗാർഡൻ സിറ്റി അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ടെർമിനൽ 2വിൻ്റെ അകത്തളങ്ങൾ മുഴുവൻ ചെടികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ ടെക്നോളജി ധാരാളം യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ പാസഞ്ചർ കംഫർട്ട് വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഡിജി യാത്രയുണ്ട്, ബയോമെട്രിക് പ്രോസസ്സുണ്ട്, സെൽഫ് ബാഗേജ് ഡ്രോപ്പ് കിയോസ്ക് ഉണ്ട്, ഓട്ടോമാറ്റിക് ട്രാവൽ സിസ്റ്റമുണ്ട്. ആർട്ട് ആൻഡ് കൾച്ചറാണ് ഇതിനകത്ത് മറ്റൊരു പ്രത്യേകത. കർണാട്ടിക് ഹെറിറ്റേജാണ് ഇതിനകത്ത് കൂടുതലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 2 തീമിൽ, ഒന്ന് കർണാട്ടിക് ഹെറിറ്റേജും രണ്ടാമത്തെന്ന് വെച്ചാൽ ഭാരതീയ നാട്യശാസ്ത്രയുടെ 9 ഇമോഷനുകളും ഇതിനകത്ത് ഈ എയർപോർട്ടിൻ്റെ പല ഭാഗങ്ങളിനകത്ത് നമുക്ക് കാണാൻ പറ്റും. ഈ എയർപോർട്ടിൽ, അതായത് ഇത് ടെർമിനൽ 2 ആണെന്ന് പറഞ്ഞല്ലോ, ഈ എയർപോർട്ടിൽ ധാരാളം ഷോപ്പുകളുണ്ട്, ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളുണ്ട്. നോക്കൂ എത്ര മനോഹരമായിട്ടാണ് ഇത്. നോക്കൂ, റിച്ച് ആൻഡ് ഇന്ത്യയിലെ ബിസിയസ്റ്റ് ആയിട്ടുള്ള 3ാമത്തെ എയർപോർട്ടാണ്. ഡൽഹി, മുംബൈ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ കമ്പഗൗഡ എയർപോർട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഡൊമസ്റ്റിക് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന എയർപോർട്ട്. ഈ ടെർമിനൽ 2വിൽ അറൈവൽ ഗ്രൗണ്ട് ഫ്ലോറിലാണ് വരിക, എന്നാൽ ഡിപ്പാർച്ചർ ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത്. തൊണ്ണൂറ്റഞ്ച് ചെക്ക് ഇൻ കൗണ്ടറുകളുണ്ട് ഇതിനകത്ത്. 17 ചെക്ക് ഇൻ ലൈനുകളുണ്ട്. 9 ബാഗേജ് ബെൽറ്റുകളുണ്ട്. 34 കൺവെൻഷണലും 6 ഇലക്ട്രോണിക് എമിഗ്രേഷൻ ഗേറ്റുകളും ഇതിനകത്തുണ്ട്. ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിലോ അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ ക്വാളിറ്റി ഉള്ളൊരു മാളിലോ കയറുക ഒരു ഫെസിലിറ്റി അല്ലെങ്കിൽ ഒരു അപ്പിയറൻസാണ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. നോക്കൂ, ഇതിനകത്ത് ബാമ്പു ആണ് ഇതിൻ്റെ തീമായിട്ട് അവർ വെച്ചിട്ടുള്ളത്. കമ്പഗൗഡ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ ടെർമിനൽ 2 ആണ്.
ഇവിടെ നിന്നും ഡൊമസ്റ്റിക്കും ഇൻ്റർനാഷണൽ എയർലൈനുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഗോൾഡൻ ഫീലിംഗ് ആണ് മൊത്തത്തിൽ നമുക്ക് തോന്നുക. ഇൻ്റർനാഷണലും ഡൊമസ്റ്റിക് ലോഞ്ചുകൾ ഇതിനകത്തുണ്ട്. ചില ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡുകളും ഇവിടെ അക്സെപ്റ്റ് ചെയ്യും. ഞാൻ ഡൽഹിയിലേക്ക് പോകുന്നതിന് വേണ്ടിയാണ്, ബാംഗ്ലൂരിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുന്നതിന് വേണ്ടിയാണ്. അത് നോക്കൂ, എൻ്റെ ടിക്കറ്റ് നോക്കൂ, ശ്രദ്ധിക്കൂ. അങ്ങനെ മസനഗുഡി വഴി ഡൽഹിയിലേക്ക് പോകുന്ന ഫ്ലൈറ്റ് പതുക്കെ എടുത്തിട്ടുണ്ട്. ഈ എയർപോർട്ടിൽ 2 റൺവേകളാണുള്ളത്. മിനിറ്റിന് ഫ്ലൈറ്റുകളുണ്ട്, ഇൻ്റർനാഷണലും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകളും. പല എയർലൈനുകളുടെയും ഹബ്ബ് ഇവിടെയാണ്. ഇൻഡിഗോ എയർലൈനിൻ്റെയൊക്കെ ഫ്ലൈറ്റ് വെറുതെ ആട്ടോ കിടക്കുന്നത് പോലെ കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇനി അടുത്ത നമ്മൾ ഡൽഹിയിൽ ചെന്നിട്ടുള്ള കാഴ്ചകൾ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.